ഇനി ഞാൻ ഷെയർ ചെയ്യുന്നത് നല്ല ടേസ്റ്റുള്ളൊരു നെല്ലിക്ക കറിയാണ്. ഇത് ഒരു ഒഴിച്ചുകറിയാണ്. ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല. നല്ല ടേസ്റ്റാണ്. ചോറിനും ചപ്പാത്തിക്കും ഒക്കെ കഴിക്കാൻ നല്ലതാണ്. ഇതിന് നമ്മൾ തേങ്ങാപ്പാലൊക്കെ ഒഴിക്കുന്നുണ്ട്. നല്ല ഒരു തിക്ക് ഗ്രേവി ഉള്ളൊരു കറിയാണ്. പെട്ടെന്ന് തയ്യാറാക്കാനും പറ്റും. നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നെല്ലിക്കക്കറി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് ഒരു മൺചട്ടിയാണ് കേട്ടോ. മീൻ കറി വെക്കുന്ന ചട്ടിയിലാണ് നെല്ലിക്കക്കറി വെക്കുമ്പോൾ കൂടുതൽ സ്വാദായിട്ട് എനിക്ക് തോന്നിയേക്കുന്നത്. പിന്നെ വേണ്ടത് ഒരു 2 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, എല്ലാം നീളത്തിലരിഞ്ഞതാണ്. പിന്നെ ഒരു 3 പച്ചമുളക്, പിന്നെ കുറച്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്, ഒരു 10-12 എണ്ണം. പിന്നെ ഒരു ചെറിയ സവാള എടുത്തിട്ടുണ്ട്. മൊത്തത്തിൽ ചെറിയ ഉള്ളി പൊളിച്ചെടുക്കാൻ ബുദ്ധിമുട്ടില്ലാത്തവരാണെങ്കിൽ ചെറിയ ഉള്ളി എടുക്കുന്നുണ്ട് കൂടുതൽ ടേസ്റ്റ്. അത് എല്ലാ കറികൾക്കും അങ്ങനെ തന്നെയാണ്. വെജിറ്റേറിയൻ ആണെങ്കിലും നോൺ വെജ് ആണെങ്കിലും ചെറിയ ഉള്ളിക്കാണ് സ്വാദ്. പക്ഷെ നമുക്ക് പൊളിച്ചെടുക്കാനുള്ള ബുദ്ധിമുട്ടും പിന്നെ സവാളയുടെ ഒരു 2 ഇരട്ടി വിലയൊക്കെ കൊടുക്കേണ്ടി വരും ഉള്ളിക്ക്. അതുകൊണ്ട് നമ്മൾ മിക്കപ്പോഴും എടുക്കുന്നത് സവാള തന്നെയാണ്. അപ്പം ഞാനിത് മിക്സ് ചെയ്താണ് എടുത്തേക്കുന്നത്. ഇനി ഇതൊന്ന് വഴണം. ഒരുപാട് അങ്ങ് വാടി കുഴയുന്ന പരുവൊന്നും ആവണ്ട. ജസ്റ്റ് ഒരു ബ്രൗൺ ഷെയ്ഡ് വരുന്ന ആ ഒരു പരുവം മതി. കണ്ടില്ലേ, ഈ ഒരു പരുവം മതി. ഇത്രയും വാടി വന്നാൽ മതി. ഇപ്പം ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നമുക്കിതിലേക്ക് തീ കുറച്ച് വെച്ചിട്ട് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുക. വേറൊന്നുമല്ല, 1 ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് എല്ലാ കറികളിലും നമ്മൾ ഇടുന്ന മെയിനായിട്ടുള്ള 3 പൊടികളാണല്ലോ, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി. ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എരിവിനായിട്ട് കൂടുതലും ഇതിന് പച്ചമുളകിൻ്റെ എരിവാണ് കേട്ടോ ടേസ്റ്റ്. ഞാൻ ഇട്ട് കൊടുക്കുന്നത് 1 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് എരിവുള്ള മുളക് പൊടിയാണ്. പിന്നെ 1 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ശരിക്കും ഈ കറി ഒരു മഞ്ഞ കളറിൽ ഇരിക്കണതാണ് നല്ലത്. പക്ഷേ ഇവിടെ ആർക്കും ഇഷ്ടമല്ല മഞ്ഞ കളറിലെ കറി. അതുകൊണ്ടാണ് ഞാൻ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുത്തത്, ആ ഒരു കളർ കിട്ടാൻ വേണ്ടി. അപ്പോൾ നിങ്ങൾക്കത് കുഴപ്പമില്ലെങ്കിൽ ഇട്ട് കൊടുക്കണ്ട കേട്ടോ. ഇപ്പോൾ ഈ പൊടികളെല്ലാം പച്ചമണം മാറി വഴന്നു വന്നപ്പോൾ അതിലേക്ക് ഞാൻ തേങ്ങയുടെ 2ാം പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ അധികം ഒഴിച്ചിട്ടില്ല, കുറച്ച് ഒഴിച്ചിട്ടുള്ളൂ. ഇനി ആ ഉള്ളിയൊക്കെ ഒന്ന് ആ പാലിൽ കിടന്ന് വെന്തതിന് ശേഷം ഒരു 1/2 ഗ്ലാസ് പാലും കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കും. അതിന് മുമ്പായിട്ട് നെല്ലിക്കയും കൂടി ചേർത്ത് കൊടുക്കണം. നെല്ലിക്ക ഇതുപോലെ കഷ്ണിച്ചെടുത്തേക്കാണ്. ഒരു നെല്ലിക്ക 4ആയിട്ട് കഷ്ണിക്കില്ല, അതുപോലെയാണ്. പിന്നെ മൂക്കാത്ത നെല്ലിക്കേനേലും കൂടുതൽ ടേസ്റ്റ് നല്ല മൂത്ത് പുളിയുള്ള നെല്ലിക്കയാണ്. ഇതിപ്പോൾ അത്ര മൂത്തിട്ടില്ല. കണ്ടില്ലേ, ആ ഇതിൻ്റെ തോടൊന്നും അങ്ങനെ കുരുവൊന്നും അങ്ങനെ ഉറച്ചിട്ടില്ല. അപ്പോൾ ഞാൻ നെല്ലിക്കയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു 1/2 ഗ്ലാസ് തേങ്ങയുടെ 2ാം പാലും കൂടി ചേർത്ത് കൊടുത്തിട്ടാണ് ഇത് വേവിച്ചെടുത്തത്. കാരണം വെള്ളം കുറവുള്ള മാതിരി എനിക്ക് തോന്നിയപ്പോൾ ഒന്നില്ലെങ്കിൽ തേങ്ങാപ്പാൽ 2ാം പാൽ തന്നെ ഒഴിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താലും മതി. പച്ചവെള്ളം ഒന്നും ഒഴിക്കരുത് കേട്ടോ, ആ ഒരു ചുവ മാറിപ്പോകും കറിയുടെ തന്നെ. ഇപ്പോൾ ഇതിൻ്റെ ഉപ്പൊക്കെ നോക്കാം. ഉപ്പൊക്കെ ആവശ്യത്തിന് ഇല്ലെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഉപ്പൊക്കെ പാകത്തിനുണ്ട്. ഇത് ഇളക്കി വെച്ചിട്ടുണ്ട്. ഇപ്പം നെല്ലിക്ക നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇനി തേങ്ങയുടെ 1ാം പാൽ ചേർത്ത് കൊടുക്കുക. തേങ്ങയുടെ 1ാം പാൽ ചേർക്കുമ്പോൾ തീ ഏറ്റവും കുറച്ച് വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് തീ ഓഫ് ചെയ്ത് കൊടുക്കണം. 1ാം പാൽ ഒരിക്കലും തിളയ്ക്കരുത്. 1ാം പാൽ തിളച്ച് കഴിഞ്ഞാൽ കറി പിരിഞ്ഞു പോകും. അങ്ങനെ നമ്മളുടെ നെല്ലിക്കക്കറി റെഡി ആയിട്ടുണ്ട്. ഒരു 10-15 മിനിറ്റ് കൊണ്ട് നമുക്ക് കറി ആക്കി എടുക്കാൻ പറ്റും. ഇത് മൂക്കാത്ത നെല്ലിക്ക ആയതുകൊണ്ട് തന്നെ ഇതിന് പുളി കുറവായതുകൊണ്ട് ഞാനൊരു 1.5 ടേബിൾ സ്പൂണോളം തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് പുളിയുള്ള നെല്ലിക്ക ആണെങ്കിൽ നിർബന്ധമില്ല കേട്ടോ. ഇതിപ്പോൾ നിങ്ങളുടെ പുളി അനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇതിന് തീരെ പുളി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ കുറച്ച് തൈര് ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുകയാണ്. ഞാൻ തീ കത്തിച്ചിട്ടില്ല കേട്ടോ. ആ കറിയുടെ ചൂടിലിരുന്ന് തന്നെ തൈര് മിക്സായി വന്നോളും. കണ്ടില്ലേ, ഇപ്പോൾ തൈരും കറിയും എല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ആയിട്ടുണ്ട്. പിന്നെ ഇതിന് ഞാൻ പറഞ്ഞില്ലേ, ഒരു റെഡ് ഷെയ്ഡ് ഞാൻ ആ ചില്ലി പൗഡർ, കാശ്മീരി ചില്ലി പൗഡർ ഇട്ടതുകൊണ്ടാണ്. നിങ്ങൾക്ക് അത് വേണ്ടെങ്കിൽ ഇടണ്ട. ഇനി നമുക്കിതിന് ഒന്ന് കടുക് താളിച്ചെടുക്കണം. അതിന് ഞാനിത് മാറ്റാണ് ഈ അടപ്പത്തുനിന്ന്. നല്ലൊരു മണം വരുന്നുണ്ട് ഇപ്പോൾ ആ നെല്ലിക്കയുടെ കറിയുടെ. കടുക് താളിക്കാനായിട്ട് നമ്മൾ വെളിച്ചെണ്ണയാണ് എടുത്തേക്കുന്നത്. പിന്നെ ഇതൊക്കെ ഒരു നാടൻ വിഭവമാണ്. അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും വെളിച്ചെണ്ണയിൽ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇല്ലെങ്കിൽ മാത്രം വേറെ എണ്ണകൾ എടുക്കുക. ഇപ്പം ഞാൻ കുറച്ച് കടുക് പൊട്ടിച്ചിട്ടുണ്ട് എണ്ണയിൽ. പിന്നെ ഒരു വറ്റൽമുളക്, കുറച്ച് കുഞ്ഞുള്ളി, കുറച്ച് കറിവേപ്പില. പിന്നെ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചേർത്ത് കൊടുക്കേണ്ട വേറൊരു കാര്യം കൂടിയുണ്ട്. അത് വേറൊന്നുമല്ല, പിന്നെ കുറച്ച് ഉലുവയും കൂടി ചേർത്ത് കൊടുക്കണം. പിന്നെ ഞാൻ പറഞ്ഞത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചേർത്ത് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കായപ്പൊടിയാണ്. അത് കായം പൊടി ആയതുകൊണ്ട് തന്നെ നല്ലതുപോലെ
ഉള്ളിയൊക്കെ മൂത്തതിന് ശേഷം മാത്രം ചേർത്ത് കൊടുത്താൽ മതി. കൂടി പോരുത് കേട്ടോ, ഒരു 2 പിഞ്ച് അത്രേ ചേർക്കാൻ പാടുള്ളൂ. ഇപ്പോൾ ദാ ഉള്ളിയൊക്കെ നല്ലതുപോലെ ഒരു കളർ മാറി ഒരു ബ്രൗൺ കളർ ആവുന്നുണ്ട്. ഇനി നമുക്കിത് കറിയിലേക്ക് എടുത്ത് താളിച്ചു കൊടുക്കാം. ഇപ്പോൾ ദാ ഞാൻ കടുക് വറുത്തത് കറിയിലേക്ക് താളിക്കുകയാണ്. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാനും ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനും, പിന്നെ എനിക്ക് പേഴ്സണലി ഇത് അരിപ്പുട്ടിൻ്റെ കൂടെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഇതിന് ഏറ്റവും നല്ല കോമ്പിനേഷൻ ഈ കറിയും നാരങ്ങ അച്ചാറും ഒരു പപ്പടവും കൂടി നിങ്ങൾ കഴിച്ചു നോക്കുക. നല്ല കുത്തരി ചോറിൻ്റെ കൂടെ നല്ല ടേസ്റ്റുള്ള ഈ നാടൻ കറി നിങ്ങളെല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞാൻ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. താങ്ക് യു.